രണ്ട് മൂന്ന് മാപ്പിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായത്? ഒരു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകേണ്ടത് ഏതാ? ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന മാപ്പിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന മാപ്പ് നമ്മൾ ആ ഒരു സെഡ് പ്ലെയിനിലെ ഇമേജസിനെ ഡബ്ല്യു പ്ലെയിനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമേജ് എന്തെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, മാപ്പിംഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ്, അതായത് നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആണ്. നമ്മൾ ഇതിനെ ഇന്നലെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൺസിഡർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഇമേജാണ് ഒമേഗ പ്ലെയിനിൽ കിട്ടുന്നതെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഒമേഗ എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് എന്നുള്ള കാര്യം എടുത്തെഴുതി. പിന്നെയോ നമുക്കറിയാം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അപ്പം ഞാൻ എന്ത് ചെയ്തു? പുട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഇൻ ഇ റേസ് ടു സെഡ്. ദിസ് ഇംപ്ലൈസ് യു പ്ലസ് ഐ വി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വി. യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് ഒമേഗേൻ്റെ കാർട്ടീഷ്യൻ ഫോമാണ്. അതുകൊണ്ട് ഒമേഗക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ യു പ്ലസ് ഐ വി എന്ന് എഴുതി കൊടുത്തു. പിന്നെയോ ഇ റേസ് ടു സെഡിന് സെഡിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തു? നമുക്കറിയാം ഇ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു എന്നിനോട് ഈക്വൽ ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിനാ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഒന്ന് ഇ റേസ് ടു എക്സും ഒന്ന് ഇ റേസ് ടു ഐ വൈ ഫോമും. അപ്പം ഇ റേസ് ടു ഐ വൈകളെ നമ്മൾ എങ്ങനെ കോമൺ ആയിട്ട് പറയും? അതായത് ഇവിടെ ഇ റേസ് ടു ഐ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ആ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു വൈ ഉള്ളത്. അപ്പം ആ ഒരു ഇതിന്റെ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി എഴുതുക. എന്താ? ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും, അതങ്ങനെ മാറ്റി എഴുതി കൊടുത്തു. പിന്നെയോ ഇ റേസ് ടു ഐ ഫൈ എന്ന് പറഞ്ഞത് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇത് ഇവിടെയുള്ള വലിയൊരു ബ്രാക്കറ്റ് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇ റേസ് ടു എക്സിനെ കോസ് വൈക്കും സൈൻ വൈക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം എന്ത് കിട്ടി എനിക്ക്? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് പറഞ്ഞിട്ട് ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതായത് യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ജസ്റ്റ് ഒന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. എന്താ അപ്പോൾ യു വരുന്നത്? യു എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. അപ്പം അത് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് വരും. വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. അപ്പം വി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് കിട്ടി. ഞാൻ ആ ഇക്വേഷനെ 1 എന്ന് മറ്റ് റെപ്രസെന്റ് ചെയ്തു. ഇക്വേഷൻ 1 കിട്ടിയവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാട്ടെ. ഇക്വേഷൻ 1 കിട്ടിയത് വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യേ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ക്ലിയർ ആയോ? ഒന്ന് കമന്റ് ചെയ്യണോ നിങ്ങൾ? ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്ത് നോക്കിയാട്ടെ. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ നമുക്കൊരു എക്സ് കോൺസ്റ്റന്റ് ആയിട്ടും വൈ കോൺസ്റ്റന്റ് ആയിട്ടും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇക്വേഷൻ 1 സെപ്പറേറ്റ് ആയിട്ടൊന്ന് സ്ക്വയർ ചെയ്ത് എടുക്കുന്നുണ്ട്, ആദ്യത്തെ നമുക്കൊരു റിസൾട്ടിന് വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഫസ്റ്റ് സ്ക്വയറിങ് 1 ആൻഡ് ആഡിങ് ഇക്വേഷൻ 1. അതായത് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ ഇതാണ്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ ചെയ്യും. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് യു ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ആണ്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡ് യു സ്ക്വയർ കിട്ടി, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു 2x ഇൻറ്റു കോസ് സ്ക്വയർ വൈ കിട്ടി. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ആണ്. അതിനെ സ്ക്വയർ ചെയ്ത സമയത്ത് വി സ്ക്വയർ ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ സ്ക്വയർ വൈ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? രണ്ടും ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പം ലെഫ്റ്റിനെ ലെഫ്റ്റ് ഭാഗത്തോട് ആഡ് ചെയ്യണം, റൈറ്റിനെ റൈറ്റ് ഭാഗത്തോടും ആഡ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഭാഗത്തോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് കിട്ടി.
പിന്നെ റൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു 2x ഇൻറ്റു കോസ് സ്ക്വയർ വൈ പ്ലസ് ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ സ്ക്വയർ വൈ എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ ഇനി അതില് ഇ റേസ് ടു 2x എന്ന് പറയുന്നത് എന്തുണ്ട്, കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇ റേസ് ടു 2x ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡ് ഇടുക. അതിനുശേഷം കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ എന്ന് പറയുന്ന ആ ടേംസിനെ ഉള്ളിലേക്ക് മാറ്റിയത്. കാരണം എന്താ, ഇ റേസ് ടു 2x ഔട്ട് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേംസ് ആണ് ആ ബ്രാക്കറ്റിനുള്ളിൽ എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ ടേമിന്റെ അകത്ത് കോസ് സ്ക്വയർ വൈയും കിട്ടും, രണ്ടാമത്തെ ടേമിന്റെ അകത്ത് സൈൻ സ്ക്വയർ വൈയും കിട്ടും. നമുക്ക് എന്ത് റിസൾട്ട് അറിയാം, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ എന്താ, കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 1 ആകും. അതുകൊണ്ട് ഈ ഒരു ഞാൻ സെലക്ട് ചെയ്ത ഭാഗം എന്തായി മാറും, 1 ആയിട്ട് മാറും. ബാക്കി നമുക്ക് എന്താ കിട്ടുക, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു ഇ റേസ് ടു 2x എന്ന് കിട്ടും. അപ്പൊ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു ഇ റേസ് ടു 2x എന്ന് കിട്ടി. അതെന്താ, നിങ്ങൾക്ക് അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്, ജസ്റ്റ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നെല്ലാം പറഞ്ഞ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ അല്ലേ. അപ്പൊ അത് നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അതൊന്ന് ആ ഒരു കോൺസ്റ്റന്റ് ടേം വെച്ചിട്ട് എക്സിനെ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും, ഇവിടെയാണ് എക്സിന്റെ ടേം ഉള്ളത്, അവിടെ സി കൊണ്ടേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2c എന്ന് കിട്ടി. ഈ ഇ റേസ് ടു 2c എന്ന് പറയുന്നത് എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ് ടേം ഞാൻ ജസ്റ്റ് ഒന്ന് ആർ സ്ക്വയർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് കൊടുത്തു. അപ്പം ആർ സ്ക്വയർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഇ റേസ് ടു 2c ആണെന്ത്, ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആർ എന്തായിരിക്കും, ഇ റേസ് ടു സി ആയിരിക്കും. അതായത് എനിക്ക് എന്ത് കിട്ടി, ഒരു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷന്റെ ഫോം കിട്ടി. അതെന്താണ്, അതൊരു സർക്കിൾ ആണ് വിത്ത് സെന്റർ എന്ന് പറയുന്നത് എന്താ, ഒറിജിനും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറും ആയിരിക്കും. എവിടെയാ അത് കിട്ടുക, നമുക്ക് നമ്മൾ എടുക്കുന്നത് സെഡ് പ്ലെയിനിലാണ്, നമുക്ക് കിട്ടിയത് ഡബ്ല്യു പ്ലെയിനിലാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 വെച്ചിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തപ്പം എന്ത് കിട്ടി, അതൊരു സർക്കിളായിട്ട് മാറി. എപ്പോഴാണ് ഇതൊരു സർക്കിളായിട്ട് മാറുന്നത്, നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്, അതൊരു വേർട്ടിക്കൽ ലൈനാണ്. അപ്പൊ വേർട്ടിക്കൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടി, അതൊരു സർക്കിൾ ആണെന്ന് കിട്ടി. നമ്മൾ ഏതൊരു വേർട്ടിക്കൽ ലൈൻ സെറ്റ് പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക, ഒമേഗ പ്ലെയിനിൽ ഒരു സർക്കിളിന്റെ ഫോമാണ് കിട്ടുക. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? നമ്മളെ വേർട്ടിക്കൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സർക്കിളിന്റെ അകത്തേക്കാണ് അത് മാപ്പ് ചെയ്യുന്നില്ലേ, കാര്യം ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. വോയിസിന് ക്ലിയർ ആയിട്ടില്ല? ഓക്കെ. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഒരു വേർട്ടിക്കൽ ലൈനിന്റെ കേസാണ്. ഇനി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ ലൈനിനെ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ 1 നോക്കിയാട്ടെ ഒന്ന്. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിനെ ജസ്റ്റ് ഒന്ന് രണ്ടും ഡിവൈഡ് ചെയ്തെടുക്കുന്നത്, വീന യു വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാന്ന്. അപ്പം ലെഫ്റ്റ് സൈഡ് വി ബൈ യു വരുമ്പം റൈറ്റ് സൈഡ് എന്താ വരിക, ഇ റേസ് ടു എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് കോസ് വൈ എന്ന് വരും. അപ്പം രണ്ടിൻ്റെ അകത്തും ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ടുണ്ട്, അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ബാക്കി എന്താ വരിക റൈറ്റ് സൈഡിൽ, സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് വൈ, അതെന്താണ് ടാൻ വൈ. അപ്പം നമുക്ക് എന്ത് കിട്ടി, വി ബൈ യു ഈക്വൽ ടു ടാൻ വൈ എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൺസിഡർ ചെയ്യുക പറഞ്ഞാൽ എന്താ, ജസ്റ്റ് വൈക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതായത് ഞാനിവിടെ y is equal to k എന്ന് പറഞ്ഞെടുത്തു. ഇത് എന്താണ് ശരിക്ക്, അതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ y is equal to k എന്ന് പറഞ്ഞത് ഈ വൈൻ്റെ സ്ഥാനത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, v ബൈ യു ഈക്വൽ ടു ടാൻ കെ എന്ന് കിട്ടി. അതായത് ഈ ടാൻ കെകൾ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റിന്റെ മുകളിൽ ടാൻ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, അതൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുക. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ, ടാന് നമ്മൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ലോപ്പ് എല്ലാമാണ്. അപ്പം സ്ലോപ്പാണ് നമ്മളെ ഈ ഒരു ടാൻ കെ എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഈ ടാൻ കെക്ക് കോമൺ ആയിട്ട് ജസ്റ്റ് ഒരു എം എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊണ്ട് ജസ്റ്റ് അതിനെ ഒന്ന് നൊട്ടേറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വി ബൈ യു ഈക്വൽ ടു എം എന്ന് കിട്ടി. അതായത് വി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, യു ഇൻറ്റു എമ്മിനോട് ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്, ഇതൊരു
ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഏതിലൂടെ പാസ് ചെയ്യുന്നത്? ഒറിജിനിലൂടെ. കാരണം എന്താ? y is equal to mx plus c എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടെ c ആണ് സെന്റർ വരിക. ഇവിടെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഉള്ളത്? സീറോ ഉള്ളത്. അപ്പം v is equal to u into m എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. അത് പാസ് ചെയ്യുന്നത് ഒറിജിനിലൂടെയാണ്. അതായത് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മൾ സീറോൻ്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അല്ലെങ്കിൽ റേഡിയൽ ലൈൻ എന്നും പറയും. അപ്പോൾ നമ്മളെ ഈ ഒരു എന്താ ഹൊറിസോണ്ടൽ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് പാസിങ് ത്രൂ ദി ഒറിജിന കിട്ടുക എന്നുള്ള കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ നിങ്ങൾ. ഒന്നും കൂടി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അത് ക്ലിയർ ആയിനോ? നമ്മളെ വെർട്ടിക്കൽ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഇമേജ് എന്ന് പറയുന്ന സർക്കിളാണ് വരിക. ഹൊറിസോണ്ടൽ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാസിങ് ത്രൂ ദി ഒറിജിൻ ആണ്. നിങ്ങൾ എന്താ ബോർഡ് സ്ക്രീനിൽ കാണുന്നതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ക്ലിയർ ആയിനോ നോക്കുക. എന്നിട്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയിനല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു നമ്മളെ വെർട്ടിക്കൽ ലൈനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഓരോ സർക്കിളിൻ്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് സി ആയിട്ടാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂവിന് ചിലപ്പം അത് സീറോനേക്കാളും വലുതാവാം, സീറോനേക്കാളും ചെറുതാവാം, അല്ലെങ്കിൽ സീറോ തന്നെയാവാം ആ സി എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കേസിൽ എന്താണ് നമ്മളെ ഈ ഒരു സർക്കിളിന് വരുന്ന മാറ്റം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഒന്ന് ഗ്രേറ്റർ ദാൻ സീറോ ആകുന്ന കേസ്, പിന്നെ ഒന്ന് ലെസ് ദാൻ സീറോ ആകുന്ന കേസ്, പിന്നെ ഒന്ന് ഈക്വൽ ടു സീറോ ആകുന്ന കേസ്. ഈ മൂന്ന് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസായിട്ട് എന്തെടുത്തു? നമ്മൾ ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുക യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സർക്കിളാണ് വിത്ത് സെന്റർ സീറോ ആൻഡ് റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആർ സ്ക്വയർ കൊണ്ട് ഞാൻ നൊട്ടേറ്റ് ചെയ്യുമ്പം ആർ എന്ന് പറയുന്നത് ഇ റേസ് ടു സി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ആ ഇ റേസ് ടു സി എന്ന് പറയുന്നതാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ആ സി ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ സപ്പോസ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് എടുത്തു, എന്നിട്ടോ ജസ്റ്റ് ഒന്ന് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താ വന്നത്? ലെഫ്റ്റ് സൈഡ് ഇ റേസ് ടു സി വന്ന്, റൈറ്റ് സൈഡ് ഇ റേസ് ടു സീറോ വന്ന്. അതായത് ഇ റേസ് ടു സി ഗ്രേറ്റർ ദാൻ ഇ റേസ് ടു സീറോ എന്ന് വന്ന്. ഇ റേസ് ടു സി എന്ന് പറയുന്നതാണ് നമ്മളെ റേഡിയസ്. പിന്നെയോ ഇ റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അതായത് സി എപ്പോഴൊക്കെ ഗ്രേറ്റർ ദാൻ സീറോ ആകുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളെ റേഡിയസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് യൂണിറ്റ് സർക്കിളിൻ്റെ ഔട്ട് സൈഡിലായിരിക്കും നമ്മളെ സി ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കൊടുക്കുമ്പം കിട്ടുന്ന എന്താ സർക്കിളിൻ്റെ ഇമേജിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ യൂണിറ്റ് സർക്കിളിന് ഔട്ട് സൈഡ് വരെ പോകുന്നതായിരിക്കും. നോക്കിയാട്ടെ നിങ്ങൾ. ഇനി അടുത്തത് നമുക്കത് ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും. ഇനി അടുത്ത കേസ് നോക്കിയാട്ടെ നിങ്ങൾ. സി എന്ന് പറയുന്നത് ഞാൻ സപ്പോസ് ലെസ് ദാൻ സീറോ എടുത്തെന്ന് വെച്ചോ. സി ലെസ് ദാൻ സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കാം? അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇ റേസ് ടു സി വരും, റൈറ്റ് സൈഡ് ഇ റേസ് ടു സീറോ വരും. അതായത് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നതാണ് ഇ റേസ് ടു സി. അതെപ്പോഴും എന്താണ്? ലെസ് ദാൻ 1 ആണ്. അതെപ്പോഴും ലെസ് ദാൻ 1 ആണ്. അതായത് സി ലെസ് ദാൻ സീറോ ആകുന്ന കേസിൽ നമ്മളെ റേഡിയസ് എന്ന് പറയുന്നത് എന്താകും? ലെസ് ദാൻ 1 ആകും. അതായത് എന്താ? ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ ഉൾഭാഗത്തേക്കായിരിക്കും നമ്മൾ ആ സി ലെസ് ദാൻ സീറോ ആകുമ്പോൾ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. ഇനി കേസ് 3 എന്ന് പറയുന്നത് എന്താ? സി എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈക്വൽ ടു സീറോ ആകുമ്പോൾ ജസ്റ്റ് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്താ വരിക? ഇ റേസ് ടു സി ഈക്വൽ ടു ഇ റേസ് ടു സീറോ. ദാറ്റ് മീൻസ് ഇ റേസ് ടു സി ഈസ് ഈക്വൽ ടു 1 വരും. അതായത് റേഡിയസ് 1 വരും. സി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ആ ഒരു പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് 1 ആയിരിക്കും. അതായത് അതൊരു യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. നിങ്ങൾ നോക്കിയട്ടെ. ഇനി ഞാൻ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗർ വരച്ചത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. നോക്കിയാട്ടെ. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന നമ്മളെ വൈ ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ?
എക്സുകൾ സീറോ ആകുമ്പോൾ, അതായത് എക്സിനാണ് നമ്മൾ സി എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ടായത്. അപ്പം അത് സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതൊരു യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഈ ഒരു ബൗണ്ടറി ആണ് കേട്ടോ ഞാൻ ഈ ഫുള്ള് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഉൾഭാഗത്തേക്കല്ല പോകുന്നത്, ജസ്റ്റ് ഈ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ബൗണ്ടറി. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി മാത്രമല്ലേ, ഒരു ഡിസ്ക് എന്ന് പറയുമ്പോഴാണ് എന്ത് വരിക, അതിന്റെ ഇന്റീരിയർ പോർഷൻ കൂടി വരിക. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു വെർട്ടിക്കൽ ലൈന് എന്തിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, ഇവിടെയുള്ള ഈ ഒരു യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാ ഈ ഞാനിപ്പം സെലക്ട് ചെയ്ത ഭാഗത്തെ ആ യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസിനേക്കാളും വലുതായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസ് 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഇ റേസ് ടു സി എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ സീറോ ആകുന്ന കേസിൽ യൂണിറ്റ് സർക്കിളിന് ഔട്ട് സൈഡ് ഭാഗത്തുള്ള ഒരു സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് ആറ് ഗ്രേറ്റർ ദാൻ വണ്ണിലേക്കാണ് നമ്മളെ മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്താട്ടെ. 3 കേസ് പറഞ്ഞത് ക്ലിയർ ആയിനോ? ഒന്ന് പറയാ. നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ സ്ക്രീന് കാണിച്ചു തരാം, അത് വെച്ചിട്ടൊന്ന് നോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയിനോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യും. ഒന്ന് കമന്റ് ചെയ്യേ, നിങ്ങൾ ക്ലിയർ ആയിനോ ക്ലിയർ ആയിട്ടില്ലയോ എന്നുള്ള കാര്യം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്താ, 3 കേസ് കൺസിഡർ ചെയ്യുന്നത്. ആ ഓരോ കേസിന്റെ അകത്തും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ആറ് ഗ്രേറ്റർ ദാൻ 1 ആണ്, ആറ് ലെസ് ദാൻ 1 ആണ്, ആറ് ഈക്വൽ ടു 1 ആണ് എന്നുള്ള കാര്യം. അതിനനുസരിച്ച് നമ്മളൊന്ന് ഫിഗർ വരച്ച് നോക്കുകയേ വേണ്ടു. ഒന്ന് പറഞ്ഞാട്ടെ ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ ആയി എന്ന് പറയാവൂ. എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരും. എന്തായാലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. റോഷിനിക്ക് ഒന്നും കൂടി വേണം. ഏതാ, ഞാൻ ഈ കേസുകൾ പറഞ്ഞതാണോ ഒന്നുകൂടി വേണ്ടത്? കേസ് 1 കേസ് 2 പറഞ്ഞതാണോ? ആ ഓക്കെ. ഒന്നുമില്ലടാ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായത്, ഒരു വെർട്ടിക്കൽ ലൈന് സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യാന്ന് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞ എന്താ, ഒന്നുകിൽ ആ സി എന്ന് പറയുന്നത് ഇവിടെ ആർബിട്രറി ആ സംഭവം. ഞാൻ അവിടെ സിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, അത് 1ന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ. 2 കൊടുത്തു കഴിഞ്ഞാൽ 2ന്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ. 3 കൊടുത്തു കഴിഞ്ഞാൽ 3ലേക്ക് കൂടി പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ. അതുപോലെ തന്നെ എനിക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും. നെഗറ്റീവ് വാല്യൂസ് കൊടുക്കും, അതിലെല്ലാം പാസ് ചെയ്യുന്ന ഓരോരോ വെർട്ടിക്കൽ ലൈനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സാധനം കിട്ടും. എന്താ, സി ഇപ്പം ഞാൻ -1 ആ കൊടുത്തത്, -1 ആ കൊടുത്തതെങ്കിൽ -1ന്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ, -2 ആ കൊടുത്തിട്ടുണ്ടെങ്കിൽ -2ലേക്ക് കൂടി പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ. അപ്പം അങ്ങനെയുള്ള കുറേ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. നമ്മളെ നെഗറ്റീവ് റിയൽ ആക്സിസിന്റെ അകത്തും അങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് നമുക്ക് കണ്ടുപിടിക്കാം. പോസിറ്റീവ് റിയൽ ആക്സിസിനും നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇനി സപ്പോസ് ഞാൻ പറയുന്നത് ഈ വെർട്ടിക്കൽ ലൈനുകൾ പോസിറ്റീവ് റിയൽ ആക്സിസിലാണെങ്കിൽ, അതായത് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അതിന്റെ റേഡിയസ് എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് സി ഗ്രേറ്റർ ദാൻ സീറോ, അതായത് നമ്മുടെ ആ ഒരു വെർട്ടിക്കൽ ലൈനുകൾ പോസിറ്റീവ് റിയൽ ആക്സിസിലാണ് ഉള്ളതെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമുക്കറിയാം. ഞാൻ മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, u²+v² e⁻²c ആണ്. അവിടുത്തെ ആർ എന്ന് പറയുന്നത് e⁻c ആയിരിക്കും. അതായത് നമ്മുടെ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് e⁻c ആയിരിക്കും എന്ന കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി e⁻cക്ക് ആ സി ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത്. സപ്പോസ് e⁻c ഗ്രേറ്റർ ദാൻ സീറോ എടുക്കുക, എന്നിട്ടോ ജസ്റ്റ് രണ്ട് ഭാഗത്തും എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യാം. അതായത് ഈ ഭാഗത്ത് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, സീനെ e⁻c ആയിട്ട് മാറും, ഇത് e⁻0 ആയിട്ട് മാറും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, e⁻c ഗ്രേറ്റർ ദാൻ e⁻0 എന്ന്. അപ്പൊ എന്താ, e⁻c എന്ന് പറഞ്ഞതാണ് നമ്മളെ റേഡിയസ് നമുക്കറിയാം. അപ്പൊ അതിനെ ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു. പിന്നെയോ e⁻0ന്റെ വാല്യൂ നമുക്ക് എന്താണെന്നറിയാം, അതെന്താണ്, 1 ആണ്. അപ്പം e⁻c എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എനിക്ക് കിട്ടി. അതായത് സി ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ ആ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1നേക്കാളും വലുതായിട്ട് കിട്ടും. അതായത് റേഡിയസ് 1നേക്കാളും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസ് ആണ് 1. അപ്പം
യൂണിറ്റ് സർക്കിളിനേക്കാളും വലിയ റേഡിയസുള്ള സർക്കിളിൻ്റെ അകത്തേക്കാണ് എന്ത് മാപ്പ് ചെയ്യാം, നമ്മൾ ഈ ഒരു കേസ് വണ്ണിന്റെ കേസിലുള്ള ഒരു എന്താ സർക്കിളിന്റെ ഇമേജ് നമുക്ക് കിട്ടുക. കാരണം ഇവിടുത്തെ സി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നമ്മളെ എപ്പോഴൊക്കെയാണോ നമ്മൾ എന്താ പോസിറ്റീവ് റിയൽ ആക്സിസിൽ വെർട്ടിക്കൽ ലൈൻ എടുക്കുന്നത് അപ്പോഴൊക്കെ നമുക്ക് എന്ത് കിട്ടും, ആ ഇമേജിന്റെ എന്താ റേഡിയസ് എന്ന് പറയുന്നത് 1നേക്കാൾ വലുതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ സപ്പോസ് നെഗറ്റീവ് റിയൽ ആക്സിസ് എടുക്കുന്നതെന്ന് വെച്ചോ, അതായത് സിയുടെ വാല്യൂ 0നേക്കാളും ചെറുത്, അങ്ങനെയാണെങ്കിൽ അതിന് ജസ്റ്റ് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇ റേസ് ടു സി ലെസ് ദാൻ ഇ റേസ് ടു 0 വരും. അപ്പൊ ഇ റേസ് ടു സി എന്ന് പറയുന്നത് എന്താ, ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഇ റേസ് ടു സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 വരും. അതായത് എന്താ സംഭവിച്ചത്, നമ്മൾ എപ്പോഴൊക്കെ നെഗറ്റീവ് റിയൽ ആക്സിസ് കൺസിഡർ ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതായിരിക്കും. 1നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ എന്താ, യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസിനേക്കാൾ ചെറുത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, സപ്പോസ് സി ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുന്നത്, നമ്മളെ ആ ഒരു സി തന്നെ 0 ആയി പോണ്. സി 0 എന്ന് ഉദ്ദേശിച്ചാൽ എന്ത് മാത്രമാണത്, അതൊരു വൈ ആക്സിസ് ആണ് അല്ലെ. വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് സി ഈക്വൽ ടു 0 ആവുന്ന വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് എന്താ, അതൊരു വൈ ആക്സിസ് ആണ്. അപ്പൊ വൈ ആക്സിസിനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എക്സ്പോണൻഷ്യൽ എടുത്തു, ഇപ്പുറത്തും എക്സ്പോണൻഷ്യൽ എടുത്തു, ഇപ്പുറത്തും എക്സ്പോണൻഷ്യൽ എടുത്തു. രണ്ട് ഭാഗത്തും എക്സ്പോണൻഷ്യൽ എടുക്കുന്ന കേസിൽ എനിക്ക് എന്ത് കിട്ടി, ഇ റേസ് ടു സി എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. അതായത് ഈ വൈ ആക്സിസ് എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ക്ലിയർ ആണോ ഈ കാര്യം? റോഷ്നിക്ക് മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് പറയേ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ക്ലിയർ ആണോ ക്ലിയർ ആയിട്ടില്ലേ എന്റെ കാര്യം ഒന്ന് കമന്റ് ചെയ്യേ. ക്ലിയർ ആയിട്ടില്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താ നിങ്ങള്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. നിങ്ങൾ താഴോട്ടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാട്ടെ, ഇതാ നോക്ക്, വൈ ആക്സിസ് എന്ന് പറഞ്ഞത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു വെർട്ടിക്കൽ ലൈനാണ്. അത് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, യൂണിറ്റ് സർക്കിൾ. അതായത് ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. യൂണിറ്റ് സർക്കിളിന്റെ ആ റേഡിയസ് എന്ന് പറയുന്നത് 1 അല്ലേ. അതായത് ഇതാ ഈ ഒരു വൈ ആക്സിസ് എങ്ങോട്ടേക്കാണ് നമ്മൾ ഇ റേസ് ടു സെഡ് മാപ്പ് ചെയ്യുന്നത്, ഈ ഔട്ടർ ഭാഗത്ത് ബ്ലാക്ക് വരുന്ന ഈ ഒരു സർക്കിളിന്റെ അകത്തേക്കാണ്. അതാണ് ഞാൻ യൂണിറ്റ് സർക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നോക്കിയാട്ടെ, എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന മാപ്പ് അത് സർക്കിളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. ആ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്തത്. കാരണം മൈനസ് സി എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവിനെയും ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവായ ആ സീനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, നമ്മൾ റേഡിയസ് ഗ്രേറ്റർ ദാൻ 1 ആയ ഒരു സർക്കിളിൻ്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം ഈ ഒരു പോസിറ്റീവ് റിയൽ ആക്സിസിന്റെ അകത്തെ വെർട്ടിക്കൽ ലൈൻസിനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തത്, ഇതാ ഞാനിവിടെ റെഡിങ് കൊണ്ട് നോട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഔട്ടർ ഭാഗത്തുള്ള സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്തത്. കാരണം ഇതിന്റെ എല്ലാം റേഡിയസ് എന്തായിരിക്കും, നമ്മുടെ യൂണിറ്റ് സർക്കിളിനേക്കാളും വലുതായിരിക്കും. ഇനി അതേപോലെ തന്നെ ഞാൻ ഈ ഇമേജ്, അതായത് ഈ ഒരു നെഗറ്റീവ് റിയൽ ആക്സിസ് ആ കൺസിഡർ ചെയ്യുന്നെങ്കിൽ നെഗറ്റീവ് റിയൽ ആക്സിസിനെ നമ്മൾ ഇ റേസ് ടു സെഡ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, നമ്മളെ റേഡിയസ് എന്താണ് ലെസ് ദാൻ 0 ആകുന്ന കേസിലേക്കാണ്. അതായത് യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിലുള്ള സർക്കിളുകൾ ഏതെല്ലാണോ അതിൻ്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു ഈ ഔട്ടർ ഭാഗത്തുള്ള ഈ ബ്ലാക്ക് കൊണ്ട് വരച്ചതാണ് ഞാൻ യൂണിറ്റ് സർക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഈ ഉള്ളിൽ വരുന്ന ബാക്കിയുള്ള ഈ സർക്കിൾസിന്റെ അകത്തേക്കാണ് എന്ത് നമ്മളെ നെഗറ്റീവ് റിയൽ ആക്സിസുകൾ മാപ്പ് ചെയ്യുന്നത്. അപ്പം ക്ലിയർ ആയോ, ഈ ഒരു ഫിഗർ പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? 3 കേസസും കൂടി റെപ്രസെന്റ് ചെയ്ത് വരച്ച ഈ ഒരു ഫിഗർ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ, വേർട്ടിക്കൽ ലൈനിന്റെ കേസാ പറഞ്ഞത്. ഇനി അതുപോലെ ഞാൻ ഹൊറിസോണ്ടൽ ലൈനിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ ഹൊറിസോണ്ടൽ ലൈൻ y is equal to k എന്ന് പറയുന്നത് 0യിലേക്ക് കൂടി പാസ് ചെയ്യുന്ന എന്തിലാ ലൈൻസിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സപ്പോസ് ഇവിടെ ഒരു y is equal to k എന്ന് പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, ഇത് നോക്കിയാട്ടെ.
ഇവിടെ സീറോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്ന ടൈപ്പുള്ള ഈ ഒരു റേന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒന്നിൽ കൂടുതൽ ഹൊറിസോണ്ടൽ ലൈനുകൾ ഇവിടെ കൺസിഡർ ചെയ്ത് വെച്ച് ഒരു സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസുകളാണിത്. അപ്പൊ ഈ സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസ് എങ്ങനെയാ കടന്നു പോവുക, അതിന്റെ ഇമേജസ് എന്തായിരിക്കും, നമ്മളെ സീറോ എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തുനിന്ന് റേസ് ചെയ്ത് വരുന്ന ടൈപ്പുള്ള റേസ് ആയിട്ടായിരിക്കും നമ്മളെ എന്താ ഇതിന്റെ ഇമേജസ് കിട്ടുക. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിലെല്ലാം സൂര്യനെ വരച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ അകത്തുനിന്ന് കുറെ രശ്മികൾ വരുന്ന പോലെ വരക്കല്ലേ. അപ്പൊ അതേ ഒരു ടൈപ്പ് വെച്ചിട്ടാണ് എങ്ങനെ ഈ ഇറേസ് സെറ്റ് നമ്മളെ ഹൊറിസോണ്ടൽ ലൈനുകളെ മാപ്പ് ചെയ്യുന്നത്. സീറോന്റെ അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ എന്താ പറയാ സ്പ്രെഡ് ചെയ്ത് പോകുന്ന പോലെയുള്ള റേസുകളായിട്ടായിരിക്കും നമ്മളെ ഈ ഒരു സ്ട്രിപ്പ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസിനെ മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ ആ ഒരു കാര്യം? ഹൊറിസോണ്ടൽ ലൈനിന്റെ കാര്യം പറഞ്ഞത് ക്ലിയർ ആയോ? സിമ്പിൾ ആണ് എല്ലാ കാര്യവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാപ്പിങ്ങിനെ കുറിച്ചെല്ലാം സുഖമായിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആയിനോ ഈ കാര്യങ്ങള്? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങള്. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് എന്താ, എഫ് ഡാഷ് ഓഫ് സെറ്റുകൾ എവിടെയൊക്കെയാണോ സീറോ ആവുന്നത് ആ പോയിന്റുകളാണ് നമ്മളെ കൺഫോമൽ അല്ലാത്ത പോയിന്റ്. നിങ്ങളോട് ഞാൻ ഇറേസ് ടു സെറ്റ് കൺഫോമൽ ആവുന്ന പോയിന്റുകൾ ഏതെല്ലാം നോക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താ എല്ലാ പോയിന്റുകളിലും ഇറേസ് ടു സെറ്റ് കൺഫോമൽ ആണെന്ന്. കാരണം എഫ് ഡാഷ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞത് ഇറേസ് ടു സെറ്റ് തന്നെയാണ്, അതൊരിക്കലും സീറോ ആകുന്നില്ല. ഏതൊരു പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതൊരിക്കലും സീറോ ആയി പോകുന്നില്ല. അതായത് നമ്മൾ ആ എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് കൺഫോമൽ എവറി വേർ ഇൻ സെറ്റ് ബിലോങ്സ് ടു സി ആയിരിക്കും. അപ്പൊ അത് ഈ ഒരു ഫിഗർ വെച്ചിട്ട് എങ്ങനെയാ പറയാൻ നോക്കാം. എങ്ങനെയാ നമ്മളെ കൺഫോമാലിറ്റി എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഓറിയന്റഡ് കേർവ്സുകൾ എന്തായിരിക്കണം, പ്രിസർവ് ചെയ്യണം അല്ലെ. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എല്ലാം പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ആദ്യത്തെ ബേസ് കോംപ്ലക്സിന്റെ ബേസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, നമ്മളെ ഈ ഒരു പോയിന്റിന്റെ അകത്തുള്ള ഡോട്ടഡ് ലൈൻസും ഈ ഒരു പോയിന്റിന്റെ അകത്തുള്ള ഡോട്ടഡ് ലൈൻസും കൂടി എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എന്താ എക്സ് പ്ലസ് ഐ വൈ എന്ന് മറ്റു നോട്ടേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ എക്സ് ആക്സിസിൽ ഒരു C1 എന്ന് പറയുന്ന പോയിന്റും വൈ ആക്സിസിൽ ഒരു C2 എന്ന് പറയുന്ന പോയിന്റും കൺസിഡർ ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഒരു കോംപ്ലക്സ് നമ്പർ ആണ് ഇത്. ഇവിടെ ഞാൻ ഡോട്ട് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് C1 പ്ലസ് ഐ C2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ആ ഒരു പോയിന്റിന്റെ അകത്തേക്ക് കൂടി ഒരു ഹൊറിസോണ്ടൽ ലൈനും കടന്നു പോകുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ ലൈനും കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു പോയിന്റിൽ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഇതാ രണ്ട് ഭാഗത്തും ഒരു ആംഗിളിന്റെ നൊട്ടേഷൻ കൊടുത്തിട്ട് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ, രണ്ട് ലൈൻസുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ പെർപെൻഡിക്കുലറിന്റെ അകത്ത് കിട്ടുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് ലൈൻസ് ഇവിടെ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ലൈനും ഉണ്ട്, ഒരു വെർട്ടിക്കൽ ലൈനും ഈ ഒരു ഫിഗറിന്റെ അകത്ത് ഉണ്ട്. ഇനി ഞാൻ എന്താ പറഞ്ഞത്, ഒരു വെർട്ടിക്കൽ ലൈന സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്, ഒരു ഹൊറിസോണ്ടൽ ലൈന റേസിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ലൈന് കൺസിഡർ ചെയ്തപ്പം എനിക്കിതാ ഇവിടെയുള്ള ഈ ഒരു സർക്കിള് കിട്ടി. അപ്പൊ ആ സർക്കിളിന്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു വെർട്ടിക്കൽ ലൈന മാപ്പ് ചെയ്ത് വെച്ചു. ഇനിയോ ഇവിടെയുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായത്, അതൊരു റേസിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുക. സീറോന്ന് പോകുന്ന തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് മാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഈ സീറോന്റെ അകത്തുനിന്ന് പോകുന്ന ടൈപ്പുള്ള ഈ ഒരു റേസ് ആയിട്ടും ഡിഫൈൻ ചെയ്തിട്ട് ഇവിടെ വരച്ചു വെച്ചു. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഒരു സർക്കിളും ഈ ഒരു റേസും തമ്മിലുള്ള മീറ്റിംഗ് പോയിന്റിൽ ഞാൻ എന്ത് വരച്ചിട്ടുണ്ട്, ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. അപ്പൊ ആ ടാൻജന്റ് വരയ്ക്കുന്നത് വഴി എനിക്ക് അവിടുത്തെ ആംഗിൾ എന്താണെന്ന് കിട്ടി. ഈ ഒരു റേയും ഈ ഒരു സർക്കിളിന്റെ ഔട്ടർ പോർഷനും ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തും എനിക്ക് 90 ഡിഗ്രി തന്നെയാണ് ആംഗിൾ വരുന്നത്. അതായത് നമ്മളെ ആ ഒരു മാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സെഡ് പ്ലെയിനിലെ ആംഗിൾസ് എല്ലാം ഒമേഗ പ്ലെയിനിലും എന്താവുന്നുണ്ട്, പ്രിസർവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എവ്രിവെയർ കൺഫോമൽ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു സെഡ് പ്ലെയിനിൽ ഏതൊരു മൈന്യൂട്ട് ആയിട്ടില്ല കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു സർക്കിളും കിട്ടും. സർക്കിളിന്റെ റേഡിയസിൽ വ്യത്യാസം വരുമെന്ന് മാത്രം.
ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ മൂന്ന് കേസ്. ഒന്ന് ഈ ഭാഗത്ത് എടുക്കുന്നതാണെങ്കിൽ ഇവിടെ ഇവിടെയാ നമ്മൾ പോയിന്റ് എടുക്കുന്നെങ്കിൽ അതിന്റെ റേഡിയസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇവിടെ എടുക്കുന്നെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. നമ്മളെ ഈ വൈ ആക്സിസ് തന്നെ എടുക്കുന്നെങ്കിൽ എന്തായിരിക്കും? യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. അതായത് r ഈക്വൽ ടു 1 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർക്കിളും കിട്ടും. അതിൻ്റെ അകത്ത് സീറോൻ്റെ അകത്തേക്ക് കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻസും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ രണ്ടിന്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആയ ഈ ഒരു പോയിന്റിൽ എന്താണ്? ആംഗിൾസ് എപ്പോഴും പ്രിസർവ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് കൺഫോമിൽ എവരിവെയർ ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞട്ടെ, ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യേ, ക്ലിയർ ആണോ ക്ലിയർ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ. ക്ലിയർ അല്ലേടോ? ഒന്നുകൂടി പറഞ്ഞതിനോട് ആവശ്യമുണ്ടോ? അത് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ക്ലിയർ ആണെന്നാണോ അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരണമെന്നാണോ? എന്താ ക്ലിയർ ആണെന്നാണോ? ആ ഓക്കെ, ക്ലിയർ ആണെന്നല്ലേ. നോക്കിയാട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതാ, നിങ്ങൾക്ക് ഇതെല്ലാം എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിഗർ തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാനുള്ള ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ശ്രദ്ധിക്കാം. ഇവിടെ ഞാനിതാ ഒരു ചതുരം കൺസിഡർ ചെയ്യാണ്. അതിന്റെ ആ ഒരു കോണ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ചതുരം തന്നെ നിങ്ങൾ നോക്കിയാട്ടെ, രണ്ട് ഹൊറിസോണ്ടൽ ലൈനിന്റെയും രണ്ട് വേർട്ടിക്കൽ ലൈനിന്റെയും നടുക്കുള്ള പോർഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോരോ വേർട്ടിക്കൽ ലൈനും എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? ഓരോരോ സർക്കിളിന്റെ അകത്തേക്കാണ്. അപ്പം ഇവിടെയുള്ള ഈ ഒരു വൈ ആക്സിസ് ആയ വേർട്ടിക്കൽ ലൈന് ഉള്ളിലത്തെ ഈ ഒരു സർക്കിൾ കാണുന്നില്ലേ, അതെന്താണ്? യൂണിറ്റ് സർക്കിൾ ആണ്. ആ യൂണിറ്റ് സർക്കിളിന്റെ അകത്തേക്കാണ് ആ വൈ ആക്സിസിന്റെ അകത്തെ പോയിന്റുകൾ മാപ്പ് ചെയ്യുന്നത്. താഴോളം ഉണ്ട് എന്ന് വിചാരിച്ചോ നിങ്ങൾ. അപ്പം അതിൻ്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് എന്താ? റേഡിയസ് 1 ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈനാണ്. ഇവിടെ സോറി, സി എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇ റേസ് ടു സി എന്തായിരിക്കും? ഇ റേസ് ടു 1 എന്ന് പറയുന്നത് ഇ തന്നെ. ഇ എന്ന് പറയുന്നത് 2.7 സംതിങ് ആണ്. അപ്പം 2.7 സംതിങ് റേഡിയസ് ഉള്ള വേറൊരു സർക്കിൾ എന്താ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുള്ളത്, ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് റേസ് നമ്മൾ പറഞ്ഞു, രണ്ട് വെർട്ടിക്കൽ ലൈൻസിന്റെ കാര്യം പറഞ്ഞു. രണ്ട് വെർട്ടിക്കൽ ലൈന് ഒന്ന് ഇതാ ഈ കുഞ്ഞി സർക്കിളിന്റെ ബൗണ്ടറിന്റെ അകത്തേക്കും, അടുത്തത് ഇതാ ഈ ഒരു വലിയ സർക്കിളിന്റെ ബൗണ്ടറിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമുക്ക് എന്തുണ്ട്? രണ്ട് ഹൊറിസോണ്ടൽ ലൈന് കൂടി പറയാനുണ്ട്. അപ്പൊ താഴത്തെ ഈ ഹൊറിസോണ്ടൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റേ ആണ്, സീറോന്റെ അകത്തുനിന്ന് വരുന്ന ഈ ഒരു റേ ആണ് എന്ത്? ഈ എ സ്റ്റാർ ബി സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേ ആണ് ഈ ഒരു ഡി സ്റ്റാർ സി സ്റ്റാർ എന്ന് പറയുന്ന റേ. അത് ശരിക്കും സീറോന്റെ അകത്ത് നിന്നാണ് വരുന്നത് കേട്ടാ. നമുക്ക് ഈ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ പറയണ്ടൂ. അതിന്റെ നടുക്കുള്ള ഈ ഒരു പോർഷനെ കുറിച്ചാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ഈ ഒരു സർക്കിളിന്റെ ബാക്കി ഭാഗവും വരക്കാഞ്ഞത്. ഈ ഒരു റേസിനെ സീറോന്റെ അകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വരക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ സീറോന്റെ അകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഏത് പോർഷൻ ആണോ അതൊന്ന് ജസ്റ്റ് ഡാർക്കൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ എനിക്കിപ്പോ എന്താ കിട്ടിയത്? ഈ ഒരു ചതുരത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് എന്താ കിട്ടിയത്? ഈ രണ്ട് സർക്കിൾസിന്റെയും പിന്നെ ഈ രണ്ട് റേസിന്റെയും നടുക്കുള്ള ഈ ഒരു പോർഷൻ, ഇത്രയും വലിയ പോർഷനാണ് എന്ത് ഈ ഒരു സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയത്. സോറി, ഈ ഒരു സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടിയത്. ക്ലിയർ ആയോ ആ ഫിഗർ പറഞ്ഞത്? ഒന്നുമില്ല, ഇതെല്ലാം നമ്മൾ ഇപ്പൊ പറഞ്ഞ രണ്ട് ബേസ് കാര്യങ്ങളും ഞാനൊന്ന് കമ്പൈൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്ന് പറഞ്ഞാട്ടെ. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, ഇത് എന്ന് പറയുന്നത് നമ്മളിപ്പം പോസിറ്റീവ് ഭാഗത്തിൽ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് കൺസിഡർ ചെയ്ത ഒരു ചതുരാണ്.
അതുപോലെ നമുക്ക് എന്താ സെക്കൻഡ് ക്വാഡ്രന്റിന്റെ അകത്ത്, അതായത് നമ്മളെ ആ ഒരു സി എന്ന് പറഞ്ഞ ലെസ് ദാൻ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ചതുരാണിത്. അപ്പം ലെസ് ദാൻ സീറോ ആകുന്ന കേസിൽ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്, ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്, ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പൊ ഈ 4 ലൈൻസിന്റെയും നടുക്ക് വരുന്ന ഈ ഒരു പോർഷന്റെ ഇമേജ് ആണ് നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ കാണുക? ഞാൻ പറഞ്ഞു y=0 എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിനകത്തേക്കാ മാപ്പ് ചെയ്യുക. അതായത് ഈ ഒരു ഔട്ടർ ഭാഗത്തുള്ളത് ഈ ഒരു സർക്കിളിന്റെ ആ ഒരു ബൗണ്ടറി കണ്ടോ, അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ y=0 മാപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ സി എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആണ്. സി ലെസ് ദാൻ സീറോ ആകുമ്പോൾ നമ്മളെ ആ ഒരു മാപ്പ് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? ആർ ലെസ് ദാൻ സീറോ, ആർ ലെസ് ദാൻ 1 ആവുന്ന ഒരു സർക്കിളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ആർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു യൂണിറ്റ് സർക്കിളിന്റെ ഇന്റീരിയർ പോർഷൻ ആണ് അല്ലേ. പിന്നെയോ ഇവിടെയുള്ള ഈ റേസ് കംപ്ലീറ്റ് എങ്ങനെയാവുക, സീറോന്റെ അകത്തേക്ക് ഇങ്ങനെ, ഇതെന്താ കൊടുത്തു, ഇത് പൈ എന്ന് പറയുന്ന എന്താണ്, ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പൊ പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരെ ഏതാണ് നമ്മളെ ആ ഒരു റേ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതാണ് ഈ -1 കൊടുത്തത്. ഈ റേസ് ടു ഈ ഒരു സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും. അതായത് ഈ രണ്ട് റേസിന്റെയും ഈ ഒരു യൂണിറ്റ് സർക്കിളിന്റെയും ഉള്ളിലത്തെ പോർഷൻ ആയിരിക്കും നമ്മളെ ഈ ഒരു ഇത്രയും ഭാഗമുള്ള ഈ ഒരു സംഭവത്തിന്റെ ഇമേജ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ബേസ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ഏതൊരു ഫിഗർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഫിഗറിലൊന്ന് വരച്ചു നോക്കുക. എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. നമ്മളിപ്പം ഈ ഒരു മാപ്പിങ്ങിന്റെ എന്താ പറയാ ജസ്റ്റ് എങ്ങനെയാണ് പോകുന്നതിലെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫിഗർ എങ്ങനെയാണ് വരുന്നതിലെ കാര്യം പറഞ്ഞു തന്നതാണ്. ഇത്രയും പോർഷൻസ് ഫിഗർ വരക്കണ്ടെങ്കിൽ വരക്കാം, വരക്കണ്ടെങ്കിൽ വരക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കേസ് 3 വരെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഫിഗർ വരച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കുന്നവർക്ക് മര്യാദയ്ക്ക് ഈ കുട്ടി പഠിച്ചതിലെ കാര്യം ക്ലിയർ ആവും. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഒന്ന് കമന്റ് ചെയ്തോ, ക്ലിയർ ആണോ ക്ലിയർ ആയിട്ടില്ലയോ എന്നുള്ള കാര്യം. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ എന്തായാലും പഠിക്കുക കേട്ടോ. ഞാൻ പറയുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കും. ചിലപ്പം ചിലയാൾക്ക് എന്താ പറയാ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുണ്ടാവും. ഒന്ന് നോക്കുക നിങ്ങൾ. എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ 1, 2, 3, 4, 5, 6, 5 ഇല്ല.